അടിച്ചേ? നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ആ കുട്ടീന്റെ അച്ഛനും അമ്മയല്ലേ. അതന്നെ. എന്ത് വീട്ടുകാരല്ലേ? അതന്നെ. പാവാ ചേച്ചി. എടാ അർജുനെ, എടാ നീ എന്തോന്നും മിണ്ടാത്തെ? നീ അന്ന് ചിന്നു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്ത് ചേട്ടാ? അന്ന് അവള് പറഞ്ഞില്ലേ ഇവളെ വീട്ടുകാര് ഭയങ്കര ദുഷ്ടന്മാരാണെന്ന്. ആ, എനിക്ക് ഓർമ്മയുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി? വേറെന്ത് വഴി? ആ ചേച്ചിനോടൊന്ന് ചോദിക്കണ്ടേ? അതിന് അവള് പറയോ? അവള് പറയാൻ ചാൻസ് ഇല്ലടാ. ആരെങ്കിലും സ്വന്തം അച്ഛനും അമ്മേനെ പറ്റി കുറ്റം പറയോ വേറൊരാളോട്? അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്ത് വഴി? ചിന്നോട് ചോദിച്ചേ പറേ, അവളെ നെയ്ബർ അല്ലേ? അതിന് അവക്ക് ഫുൾ സ്റ്റോറി അറിയോ? ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ ചോദിച്ചൂടെ? മീര, നീ അവളെ വിളിക്കി. ഇപ്പൊ വേണ്ട, നമുക്ക് അവളെ വീട്ടിലേ പോവാൻ. രാവിലെ രാത്രിയായില്ലേ, നീ വിളിക്കണ്ട. എന്നാ രാവിലെ പോവാ. നീ വരണ്ടടാ, നിനക്ക് വന്നിട്ട് കഥയൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. എന്തടാ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അപ്പൊ നിന്റെ പ്രാർത്ഥന പോലെ തന്നെ ആയില്ലേ? എനിക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. പക്ഷെ ഇവക്കൊന്ന് ഫോൺ എടുത്തൂടെ? എപ്പോ വിളിച്ചാലും സ്വിച്ച് ഓഫ്. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തായാലും നാളെ അറിയാലോ. കൊതു, ഈ കൊതു എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. അതാരാ? എടാ അർജുനെ, നിനക്ക് ഉറക്കൊന്നുമില്ലേ? ആടാ വരാ. നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നീ എനിക്ക് ഈ കൊതുവിനെ ഒന്ന് കൊന്നുക, ഞാനെങ്കിലും ഉറങ്ങട്ടെ. ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു കൊതു. നിന്റെ ചിന്നുവിനോട് പോയി പറയടാ. ഡാ എന്റെ ചിന്നുവിനെ പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞാ നിന്നെ ഞാൻ തല്ലു. അങ്ങനെയാണ് നിന്നെ ഞാൻ കാണിച്ചു തരാം. എടാ അർജുനെ, വേണ്ടേ? 2-3 ദിവസമായി ആരെങ്കിലും ഒന്ന് കയറി ഇടിച്ചിട്ട്. എടാ വേണ്ടടാ, ഞാൻ പാവാടാ. ഓ, പാവാട തന്നെ. നിന്നെ ഞാനിന്ന് ശരിയാക്കും. അത് ശരി, ഈ രണ്ടെണ്ണം ഇപ്പോഴും ഉറങ്ങണോ? എന്തൊക്കെയായിരുന്നു. മീരെ, നാളെ നേരത്തെ എണീക്കണേ. നാളെ നമുക്ക് നേരത്തെ പോണം. ഇപ്പൊ കിടക്കുന്നുണ്ടില്ലേ വാഴ വെട്ടിട്ട പോലെ. ചേട്ടാ, എന്തൊരു അനുസരണ ചേട്ടന്മാർ. അതെ, ഒന്ന് എണീച്ച് വരുവോ? പോണ്ടേ? പോണം. ചേട്ടാ, അനന്യന്റെ കാര്യം ചോദിക്കാൻ പോണ്ടേ? ആ, പറഞ്ഞ പോലെ ചിന്നുന്റെ വീട്ടിൽ പോണ്ടേ? പോണ്ടേ. എന്നെ നേരത്തെ എണീപ്പിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങാ? ഡാ അർജുനെ, പോണ്ടേ? പോവാ. എടാ പോണ്ടേന്ന്. പോയിക്കൊണ്ടിരിക്കുക ഇവൻ. ഇത് എണീച്ച് പോടാ. ആ, നീ ഇന്നലെ രാത്രി തുടങ്ങിയത്. നിന്നെ ഞാൻ കടിക്കും. ഞാൻ അമ്മ എന്നെ പട്ടി അടിക്കാൻ വരുന്നേ. ഓ, ഇതിങ്ങളെ കൊണ്ട് നിങ്ങൾ വരുന്നുണ്ടേ. വാ, ഞാൻ പോവാ. മീര പോലെ, നമുക്ക് പോവാ. ഒന്ന് വേഗം വാ. ആ, വരുന്നേ. ഇവിടെ ആരും ഇല്ല തോന്നുന്നു. മീര വിളിക്കി. കോളിംഗ് ബെൽ അടിച്ചാ പോരെ? ആ, ഇതാര്? നീ എന്താ അവിടുന്ന് വരുന്നേ? ബാക്കില് കുറച്ച് പണി ഉണ്ടായിരുന്നു, അതാ. എന്തൊക്കെ എല്ലാരും കൂടി ഇങ്ങോട്ട്? ഒരു കാര്യമുണ്ട് ചിന്നു. എന്തേ? കുറച്ച് അടിപൊളി പ്രശ്നാ. നിന്റെ ഒരു ഹെൽപ്പ് വേണം ഞങ്ങൾക്ക്. ഇന്നത്തെ പ്രശ്നാണോ? ഇന്നത്തെ പ്രശ്നോ? നീ എങ്ങനെ അറിഞ്ഞേ? പറഞ്ഞ പോലെ നീ എങ്ങനെ അറിഞ്ഞേ? ചേട്ടൻ എന്നെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഓഹോ, എന്ത് വൃത്തിയായിട്ട് ചിരി. ചിന്നു, എന്തേലും വഴിയുണ്ടോ? വഴിന്ന് പറയാൻ എനിക്ക് വല്ല ഐഡിയ ഒന്നുമില്ല ചേട്ടാ. പക്ഷെ നമുക്ക് വേണേ അമ്മമ്മനോട് ചോദിച്ചു നോക്കാം. അമ്മമ്മയ്ക്ക് അറിയണ്ടോ? എന്നാ വാ. ചായക്ക് കുടിച്ച് സംസാരിക്കാലോ. വാ, അകത്തേക്ക് കേറ്. ഓക്കേ. എന്ത് പറ്റി മക്കളെ? ഇതെന്താ എന്നെ എങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുന്നേ? അത് പിന്നെ അമ്മമ്മ, ഇവർക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടിട്ടാ. എന്ത് കാര്യം? അത് നമ്മളെ അനുവിന്റെ എന്ത് കാര്യം? അത് പിന്നെ അമ്മമ്മ, ഈ അനുചേച്ചിന്റെ അമ്മയും അച്ഛനൊക്കെ എന്താ അങ്ങനെ? എന്താ അവളോട് അങ്ങനെയൊന്നുമില്ലേ ചോദിച്ചത്? അതെ, ഞങ്ങൾക്ക് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടായിരുന്നു. അത് വലിയൊരു കഥയാ മക്കളെ. അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നമൊന്നല്ല മോനെ. പിന്നെ അതിപ്പോ ഞാൻ ഇങ്ങനെ പറയാ. അവളെ ഇപ്പൊ കാണുന്ന അച്ഛനും അമ്മയില്ലേ, അത് വെറുതെ അഭിനയം മാത്ര. എന്നുവെച്ചാ? അത് ശരിക്കും അവളെ അച്ഛനും അമ്മയല്ല. അപ്പൊ അതാരാ? അതവളെ അച്ഛന്റെ അനിയനാ. അപ്പൊ ആ ചേച്ചിന്റെ അച്ഛനും അമ്മയും? അവള് ചെറുതായിരിക്കുമ്പോഴേ അവളെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. പിന്നെ അവളെ നോക്കിയത് ഇവരാ. നോക്കിയതെന്ന് പറഞ്ഞാ സ്നേഹം കൊണ്ട് നോക്കിയതൊന്നല്ല. അവളെ അച്ഛനും അമ്മയ്ക്കും കുറെ സ്വത്തും പൈസയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാ ഇവര് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നെ. അവരവളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവളെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവളെ എന്ത് ചെയ്താലും ആ വീട്ടില് കുറ്റ.
അല്ല അമ്മമ്മ, അവക്ക് ഈ സത്യമൊക്കെ അറിയോ? മുഴുവനായി അറിയില്ല, പക്ഷെ എന്തൊക്കെയോ അവൾക്ക് അറിയാന്നാ തോന്നുന്നേ. നല്ല സ്നേഹമുള്ള കുട്ടിയാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്തോ ജോലിയൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളെ വിടൂലല്ലോ. അവള് നന്നാവുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. പലപ്പോഴും അവളെ കൊല്ലാൻ വരെ അവർ നോക്കിയിട്ടുണ്ട്. അല്ല പിന്നെന്താ അവൾ അവിടുന്ന് പോരൊന്നും ചെയ്യാഞ്ഞേ? ഞാൻ പറഞ്ഞേ, അവള് നല്ല സ്നേഹമുള്ള കുട്ടിയാ. പിന്നെ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ആ വീട്ടിലെ പകുതി മുക്കാൽ പണി ആ കുട്ടി തന്നെ എടുക്കുന്നതല്ല എടുപ്പിക്കുന്നതാ. ഇടയ്ക്ക് എനിക്ക് പാവം തോന്നും. ചിന്നുവിന്റെ പ്രായമാണല്ലോ, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. അവരെ കുടുംബല്ലേ. ആ കൊച്ചിന് ഏതെങ്കിലും ഒരു നല്ല ചെക്കൻ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകണേന്ന് എന്റെ പ്രാർത്ഥന. അങ്ങനെങ്കിലും അത് ജീവിതം എന്താന്ന് അറിയട്ടെ. അല്ല മക്കളെ, നിങ്ങളെന്താ ഇതൊക്കെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല അമ്മമ്മ, ഞങ്ങളിങ്ങനെ വെറുതെ അറിയാൻ വേണ്ടി. ആ ചേച്ചി ഞങ്ങളെ ഫ്രണ്ടാ, അപ്പോ അതുകൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, എന്നാ വാ, മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തുതരാം. അയ്യോ വേണ്ട, കുഴപ്പമില്ല, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. അതൊന്നും പറഞ്ഞാ പറ്റൂല. എന്തായാലും കഴിച്ചിട്ട് പോയാ മതി. ഒരു ചായ എങ്കിലും കുടിക്കാതെ എങ്ങനെയാ പോകുന്നേ? ഞാൻ എടുക്കട്ടെ? ആ, എന്നാലും എന്തൊരു വീട്ടുകാരാണ്. സത്യം, പൈസക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും ആൾക്കാര്. സത്യം പറഞ്ഞ ഈ കഥയൊക്കെ ഞാനിപ്പോഴാ കേൾക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഇത്ര ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല. വല്ലാത്തൊരു കഥ തന്നെ. എന്നാ ഞങ്ങള് പോട്ടെ, പിന്നെ ദിവസം വരട്ടെ അമ്മമ്മേ. ആയിക്കോട്ടെ മക്കളെ, ചിന്നൊന്ന് പോട്ടെ, ഞാൻ ഇത്തിരി വിളിക്കട്ടോ. ആ ശരി അമ്മമ്മ, എന്നാ പോട്ടെട്ടോ. ആ മക്കളെ. എന്തു പറ്റി? എന്ത് പറ്റാൻ? അല്ല, എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നെ. എനിക്കെന്താ എന്റെ ഭർത്താവിനെ നോക്കിക്കൂടെ? ഇത് വല്ലാത്തൊരു നോട്ടാണല്ലോ. ഓ, എന്നാ ഞാൻ നോക്കുന്നില്ല. അല്ല ശ്രുതിയെ, അർജുൻ എവിടെ പോയി? ആർക്കറിയാം, അവനെ രാവിലെ മുതൽ ഞാനും കണ്ടിട്ടില്ല. ഈ ചെക്കൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പുറത്താലേ. അവരെ അടിച്ചു പൊളിക്കട്ടെ. ആ ശരിയാ, കല്യാണം കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ലല്ലോ. അതെന്താ? അല്ല, പിന്നെ ഭാര്യ പറയുന്നത് കേട്ട് ജീവിക്കണല്ലോ. വെറുതെ പറഞ്ഞതാ, നീ അതിന് പിണങ്ങല്ലേ. അമ്മേ, ആ, ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? എന്റെ ശ്രുതിക്കുട്ടി ഭയങ്കര സങ്കടത്തിലാണല്ലോ. പോടുന്ന്, നീ നിന്റെ അച്ഛനൊക്കെ കണക്കാ. നിങ്ങൾ വീണ്ടും അടി കൂടിയാ? ഞാൻ അടി ഉണ്ടാക്കിയിട്ടൊന്നുമില്ലേ. നീ മാറിനേ, എനിക്ക് അടുക്കള കുറെ പണിയുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മയ്ക്ക് എന്ത് പറ്റിച്ചാ? നിങ്ങൾ വീണ്ടും തല്ലുണ്ടാക്കിയോ? ഞാൻ തല്ലുണ്ടാക്കാനൊന്നും പോയിട്ടില്ലടാ. അവക്ക് പിന്നെ പിണങ്ങാൻ വലിയ കാരണമൊന്നും വേണ്ടല്ലോ. അല്ലടാ, അടുത്ത ആഴ്ചത്തേക്ക് ബുക്ക് ചെയ്യട്ടെ ഫ്ലൈറ്റ് ടിക്കറ്റ്? അതച്ചാ, എനിക്കെന്തായാലും അടുത്ത ആഴ്ച പോയാൽ പറ്റൂ. നീ വേണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അല്ല കുഴപ്പമില്ല, ഞാനും വരാം. അവിടെ ആളില്ലല്ലോ. പക്ഷെ ഒരു കാര്യണ്ട്. എന്തേ? അച്ഛൻ ഒരു ടിക്കറ്റ് എക്സ്ട്രാ ബുക്ക് ചെയ്യോ? അതൊക്കെ ആദ്യം ബുക്ക് ചെയ്ത് കഴിഞ്ഞു മോനെ. നീ എന്താ വിചാരിച്ചേ? നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും ഇവിടെ എത്തിയേട്ടോ. താങ്ക് യു അച്ഛാ. ആയിക്കോട്ടെ. അല്ല, എന്താ എന്നിട്ട് നിന്റെ പ്ലാനൊന്നും ആയിട്ടില്ല, ആലോചിക്കണം. ശരിക്കെന്താ സംഭവം? ഓ എന്റെ പൊന്നു ദിയ, നിന്ന് കാല് വേദനിക്കുന്നു. എവിടെയാ? ഇപ്പൊ വരുന്നാ പറഞ്ഞേ, വെയിറ്റ് ചെയ്യാം. ഓ മൈ ഗാഡ്, എനിക്ക് വയ്യ ഇവിടെ ഇങ്ങനെ നിക്കാൻ. ആ വന്നല്ലോ. എവിടെ? ദേ, ഹായ് നിവാൻ. ഹായ് ദിയ. ഹൗ ആർ യു? സുഖാണോ? എന്തു പറ്റി പെട്ടെന്ന് വിളിച്ചേ? അത് പിന്നെ എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു നിന്റെ. എന്ത് ഹെൽപ്പ്? നിനക്ക് ചിന്നുവിനെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അവൾ അങ്ങനെ ഇങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ചോദിച്ചതല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ റിജക്ട് ചെയ്തപ്പോഴാ. നീ ഇപ്പോ കമ്മിറ്റഡ് അല്ലല്ലോ? ദിയ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അയ്യോ, അതൊന്നുമില്ല കേട്ടോ. അത് വേറൊരു സംഭവം. ഒന്ന് ക്ലിയർ ആക്കി തരുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് പിന്നെ ചിന്നുവിന് ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. വാട്ട്? അവൾക്ക് ബോയ് ഫ്രണ്ടോ? ആ അതെ. അപ്പോ ഞാനിപ്പോ ഇങ്ങനെ നിന്നോട് പറയാ, അവളെ ബോയ് ഫ്രണ്ടിനെ എനിക്കാ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടെ. അപ്പൊ ഞാൻ അവനെ പ്രപ്പോസ് ചെയ്ത സമയത്ത് അവൻ എന്നെ റിജക്ട് ചെയ്തു. യു ഡോണ്ട് നോ നിവാൻ ഹൗ മച്ച് ഐ ലവ് ഹിം. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഐ ഫെൽ ഫോർ ഹിം ദാറ്റ് മച്ച്. സോ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. സോ നീ എന്താ പറയുന്നേ? ഞാനെന്ത് ചെയ്യേണ്ടത്? ഞാൻ പറയാൻ വന്നത്, ഐ നീഡ് യു ടു ടേക്ക് ഹെർ അവേ ഫ്രം ഹിം. അവരെങ്ങനെയെങ്കിലും പിരിയണം, അതാണ് എൻ്റെ ആവശ്യം. നിനക്കിപ്പോഴും അവളെ ഇഷ്ടല്ലേ?
യാ പക്ഷെ ഞാനെങ്ങനെ അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം. നീ നാളെ ഫ്രീ ആണെങ്കിൽ നാളെ ഈവനിങ് മതിയോ? ആ ഈവനിങ് ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മീറ്റ് അറ്റ് 5 o'clock. 5 o'clock ആകുമ്പോൾ ഞാൻ ജിം കഴിഞ്ഞിട്ട് നേരെ കഫേയിലേക്ക് വരാം. നീ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. ലൊക്കേഷൻ ഞാൻ അയക്കാം. ആ ഓക്കെ. അല്ല ഇപ്പം എന്താ നീ ചെയ്യുന്നേ? ഞാനൊരു ഫിലിം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അതാ ഞാൻ മോർണിംഗ് ഫ്രീ അല്ലാത്ത. അത് കുഴപ്പമില്ല, ഈവനിങ് മതി. ദിയ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്? യാ ഷുവർ, ചോദിച്ചോ. ഈ പണി വർക്കൗട്ടായ വിൽ ഐ ഗെറ്റ് ബാക്ക്? ഗെറ്റ് ബാക്ക് എന്ന് പറയാൻ ഇവനെപ്പോഴാണ് കിട്ടിയത്? യാ ഷുവർ, അതിനെന്ത് ഇത്ര സംശയം? ഈ പണി വർക്കൗട്ടായ അവൾ നിന്റേത് തന്നെ ആയിരിക്കും. ഓക്കെ ദെൻ, ലെറ്റ്സ് മീറ്റ് ടുമോറോ. ബൈ. ബൈ. ഓ അങ്ങനെ അത് കഴിഞ്ഞ്. അല്ല ദിയ, അവൻ നമ്മളെ കൂടെ നിൽക്കില്ലേ? ചതിക്കൊന്നുമില്ലല്ലോ അല്ലേ? നോ ഡിയർ, അവൻ നമ്മളെ കൂടെ തന്നെ നിൽക്കും. കാരണം അവൾ അങ്ങനത്തെ തേപ്പ അവനെ തേച്ചത്. ഇതെന്ത് സ്റ്റോറി? ഇതൊക്കെ ഒരു സ്റ്റോറി. വാ വീട്ടിൽ പോവാം. ഓക്കേ. അല്ല അർജുനേട്ടാ, കഥയൊക്കെ കിട്ടിയില്ലേ? ഇനിയിപ്പോ എന്താ പ്ലാൻ? അല്ല അർജുന, നമുക്കെന്താ ചെയ്യണ്ടേ? അല്ല നിങ്ങൾ പോയിട്ടെന്തായി? ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലേ? ആ കഥയൊക്കെ പറഞ്ഞു തന്നു. ആര്? ചിന്നു ചേച്ചിയാ? ചിന്നു ചേച്ചിന്റെ അമ്മമ്മ. ഇതൊക്കെ കേട്ടിട്ട് അർജുനേട്ടൻ എന്തായാലും കുലുക്കല്ലാത്തെ? ആർക്കറിയാ. ഡാ അർജുനെ, എന്തേ? അല്ല അർജുനേട്ടാ, ഇനിയിപ്പോ എന്താ പ്ലാൻ? ഇനി എന്ത് പ്ലാൻ? എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇനിയിപ്പോ കിടന്നുറങ്ങുന്നു, നാളെ രാവിലെ എണീക്കുന്നു, വീണ്ടും ഫുഡ് കഴിക്കുന്നു, വീണ്ടും റിപ്പീറ്റ്. ചേട്ടൻ എന്താ പറയുന്നേ? അപ്പൊ അനന്യ ചേച്ചിയുടെ കാര്യം? അവളെ കാര്യം ഞാൻ എന്തിനാ കുട്ടാ നോക്കുന്നത്? ഇവനിതെന്ത് പറ്റി? എടാ നീ അന്യം കളിക്കല്ലേ. ഇടയ്ക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഇടയ്ക്ക് ഭയങ്കര സമാധാനം. എന്തോന്നത്? ഓ എനിക്ക് വയ്യ ഇനിയിപ്പോ അവളെ കാര്യം നോക്കി പോവാൻ. അവൾ എന്റെ എനിമിയല്ലേ, നീ ഞാൻ ഇതിന് അവളെ കാര്യം നോക്കണം. അപ്പൊ നീ അവിടുന്ന് പറഞ്ഞതൊക്കെ അവിടുന്ന് എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്കൊരു മൂഡില്ല. ഈ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ രണ്ടാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത് നന്നായിട്ടോ. അതെന്തേ? അല്ല രണ്ടെണ്ണത്തിന് ഏകദേശം ഒരേ സ്വഭാവാ. ഇവനും ഇങ്ങനെയാ. ആ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ വട്ടളകലുണ്ട്. മീരെ, നീ ഇപ്പൊ എന്നെ ട്രോളാൻ നിൽക്കല്ലേ? ട്രോൾ ചെയ്തൊന്നല്ല, സത്യം പറഞ്ഞതാ. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട് ചേട്ടാ. എടാ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ, ഞാൻ ഉറങ്ങാൻ പോവാ. അതിനെ വയ്യ. മോട്ടു നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്താ? ഒരു പ്ലാനും ഇല്ല, ഒരു ഡ്രോപ്പും ഇല്ല. ഒന്ന് മിണ്ടാണ്ടിരുന്നേ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ മീരെ. നാളെ കോളേജ് പോണ്ടേ നിനക്ക്? അയ്യോ ഇനിയിപ്പോ അങ്ങോട്ട് പോണല്ലോ അല്ലേ? ഓ മറ്റന്നാൾ സ്പോർട്സ് ഡേ. ഇനിയിപ്പോ അതിന്റെ പരിപാടികളായിരിക്കും നാളെ. ആ ഈ മിട്ടുമോളെ കൂടി കൊണ്ടുപോയിക്കോട്ടെ പോകുമ്പോ. ഉറങ്ങിയെന്നാ തോന്നേ. വാ മോട്ടു ഉറങ്ങാം. ഗുഡ് നൈറ്റ് ചേട്ടാ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ചേച്ചിനെ വന്നോട്ടോ. വരാം. ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ സജിനെ, എന്തടാ? നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നി. നിനക്ക് ഒരു മിനിറ്റ് ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. വേഗം. ഇനി പറ, നീ ഇവിടെ കയറി ഇരിക്കി. പറ. എടാ നാളെ നമുക്ക് രാവിലെ തന്നെ. എടാ നീയെല്ലാം ആലോചിച്ചിട്ട് തന്നെയല്ലേ? ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് തന്നെ ഈ തീരുമാനം എടുത്തത്. അപ്പോ ഇനി എനിമിയല്ല, ഹോം. ഇനി അങ്ങനെ ഇരിക്കണം. എന്തായാലും നമുക്ക് സെറ്റാക്കാം. നാളെ ആയാ മതിയേനു. ആ കയ്യൊക്കെ നീറിട്ട് വയ്യോ. എവിടേക്കാ മുറിഞ്ഞേ? എന്ത് ചെയ്യാനാ? ചോരയാണ്, നിക്കുന്നുമില്ല. ഫോണും പോയി, ഒന്നുമില്ല. ഇപ്പോ ഇത് നേരത്താണോ എനിക്ക് അങ്ങോട്ട് പോവാൻ തോന്നിയേ? എന്തായാലും അവൻ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റിയല്ലോ. ഇന്നല്ലേന്നോ ജോലിക്ക് ജോയിൻ ചെയ്യണ്ടേ? അതും നടന്നില്ല. വല്ലാത്തൊരവസ്ഥയാ. എടാ വണ്ടി എവിടെ വെക്കും? വണ്ടി എന്തായാലും അങ്ങോട്ട് എടുക്കണ്ട, വഴിയിൽ വെച്ചാൽ മതി. നിനക്ക് ടെൻഷൻ ആവുന്നില്ലടാ? എന്തിനി? അല്ല അവളെ ഇറക്കിക്കൊണ്ടുവരാന്നൊക്കെ പറയുമ്പോ എനിക്ക് ടെൻഷനൊന്നുമില്ല. നീ എന്താ ഇത് മുന്നേ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള പോലെ പറയുന്നേ? ഇനി നിനക്ക് ശരിക്കും എക്സ്പീരിയൻസ് ഉണ്ടോ? ഒന്ന് പോയേ സജിനെ. ഈശ്വരാ, ഇവന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചതാ. ജീവനോടെ തിരിച്ചു പോവാൻ പറ്റിയാ മതിയേനു. ചാവാണെങ്കിൽ ഒരുമിച്ച് ചാവാലടാ. എനിക്ക് പണ്ടേ അറിയടാ നീ എന്നെ കൊണ്ടേ പോവുള്ളൂന്ന്. നീ എന്റെ നൻപനല്ലടാ. അയ്യോ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കുറ്റാണത്. ദേ സാജിനെ, വെറുതെ പറഞ്ഞതാണ് അളിയാ. മോൻ നേരെ നോക്കി വണ്ടി പിടിക്ക്. ഇതല്ലേ വീട്? അതെ. വീടോ നരകം എന്നെല്ലാം പറയടാ. അവളെ കാര്യത്തില് സത്യമായിരിക്കും. അല്ല നീ എങ്ങനെ തുടങ്ങാൻ പോന്നേ? എനിക്കറിയില്ല. നീ വലിയ മാസിൽ വന്നിട്ട് ഞാൻ നേരെ പോയിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് അവളെ വിളിച്ച് ഇറക്കി കൊണ്ടുവരാം. ഓ എന്തൊരു സുഖത്തിലാ പറയുന്നേ. എന്തായാലും പോ. നിനക്ക് പേടിയാവുണ്ടോ?
എന്തേ നിനക്ക് പേടിയാവുണ്ടോ? എനിക്ക് അവിടം വരെ പേടിയായില്ല, പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് പേടിയാകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. വേറെ ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടല്ലോ, ഇവിടം വരെ വന്നിട്ട് എടാ നമുക്ക് തിരിച്ചു പോയാലോ. എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നുമില്ല, ഒറ്റ മൈൻഡ്, രണ്ട് കൽപ്പിച്ച് പോവാം. ഞാൻ എന്തായാലും അവളെയും കൂട്ടിയിട്ടേ വരുന്നുള്ളൂ. നടക്ക് നടക്ക്. ഇതാരെ ഈ നേരത്ത്? ആരാ ചേട്ടാ? അറിയില്ല, നോക്കട്ടെ. നീയോ? നീ എന്താണ് അവിടെ? അനന്യവിടെ? അവളെവിടെയും ചോദിക്കാൻ നീ ആരാ അവളെ? ഞാൻ ആരായ നിങ്ങൾക്കെന്താ? അവളെ വിളിക്ക്. സൗകര്യമില്ല വിളിക്കാൻ. ചെക്ക നീ പോവാൻ നോക്ക്. നീ വെറുതെ അവളെ പിന്നാലെ നടക്കാൻ നിൽക്കണ്ട. എന്റെ കാര്യം നോക്കാൻ നിങ്ങൾ വരണ്ട. അവളെ വിളിക്കുന്നുണ്ടോ മര്യാദയ്ക്ക്? പറഞ്ഞില്ലേ വിളിക്കാൻ സൗകര്യമില്ലാന്ന്. അവളെ ഞങ്ങളെ മോളാ. അവൾ എവിടെ പോണം, എപ്പോ വരണം എന്നുള്ളതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അയ്യോ, വല്ലാത്തൊരു കോമഡി തന്നെ. എടാ സജിനെ, നീ കേൾക്കുന്നില്ലേ? എന്താലേ കോമഡി ടൈമൊക്കെ കഴിഞ്ഞ്. നിങ്ങളെ വേഗം അവളെ ഇറക്കി വിടാൻ നോക്ക്. നീ കളിയാക്കണോടെ ചെക്ക? നിങ്ങൾ എന്തിനാ എൻ്റെ സമയം കൂടി കളയുന്നേ? നിങ്ങളെ മാതിരി ഒരു പണിയില്ലാതെ നടക്കുകയല്ല ഞാൻ. വേഗം അവളെ വിളിച്ചാൽ എനിക്ക് ഇവിടുന്ന് വേഗം പോവാം. അവളെ വിളിക്കാൻ സൗകര്യമില്ലാന്നല്ലേ ചെക്ക പറഞ്ഞത് നിന്നോട്? നിനക്കത് ചെയ്യിക്കല്ലോ പ്രശ്നമുണ്ടോ? വെറുതെ എന്റെ വായിരിക്കുന്ന കേൾക്കണമെങ്കിൽ ഇപ്പൊ പോയിക്കോ. ഓഹോ, നിങ്ങളെ വായലപ്പ വരുന്നുണ്ടല്ലേ? എന്നാ നിങ്ങൾ പറ, കേട്ടിട്ട് തന്നെ ഞാൻ പോകുന്നുള്ളൂ. എടാ അർജുന, അടങ്ങി നിക്ക്. നീ ഒന്ന് മിണ്ടാതിരുന്നടാ. എവിടം വരെ പോകുന്ന എനിക്കൊന്ന് കാണല്ലോ. ഞങ്ങളെ മോളെ സ്നേഹിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ ചീത്ത അറിയുന്നോ? എന്തോ ഒന്നുകൂടി പറഞ്ഞേ, കേട്ടില്ല. നിങ്ങളെ മോളോ? ഏത് വകയില്? പിന്നെ ഇത് അനന്യ ഞങ്ങളെ മോളല്ലാതെ പിന്നെ? എന്തിനാ ആന്റി ഓരോ കള്ളത്തിന്റെ മേലെ കള്ളം വെച്ച് ഇങ്ങനെ മറക്കുന്നേ? ഇതുവരെ ഞാൻ നിങ്ങളെ ആന്റി അങ്കിൾ എന്നാ വിളിച്ചത്. എന്റെ വായിൽ വേറെ വിളിക്കാൻ അറിയണ്ടല്ലോ കേട്ടോ. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിട്ടോ. എല്ലാ കഥ അറിഞ്ഞിട്ട് തന്നെ ഞാൻ അവിടെ വന്ന് സംസാരിക്കുന്നേ. എന്ത് കഥ? നിനക്ക് എന്ത് കഥ അറിയാന്നാ? നിങ്ങളെ ഏട്ടന്റെ മോളെ ഇങ്ങോട്ട് വിളിക്ക്. നീ എന്തൊക്കെയാ പറയുന്നേ? ഇറക്കി വിടുന്നോ അതോ ഞാൻ വീട്ടിൽ കയറി വലിച്ചിറക്കി കൊണ്ടുവരണോ? പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട്. പോയി നോക്കണോ? ഞങ്ങള് വിടൂല. വിടണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അനു, അർജുൻ, അനു നീ വാ. എങ്ങോട്ട്? നീ എന്തിനാ പെണ്ണ ഇവിടെ താമസിക്കുന്നത്? നിനക്ക് ഇവിടുന്ന് വേദന മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. എന്റെ കൂടെ ഇറങ്ങി വാ. ഇറങ്ങി വരാനോ? അനു മോളെ, നീ പോവല്ലേ. നീ പോയ അച്ഛനും അമ്മയ്ക്കും ആരാ ഉള്ളേ? അനു, ഇതൊന്നും കേക്കരുത്. ഇതിൽ നീ വീണാ നീ തീർന്ന്. പോവല്ലേ. എന്നെന്താ വിളിച്ചേ? മോളേന്നോ? നീ അമ്മേന്റെ മോളല്ലേ? പോവല്ലേട്ടോ. എന്റെ മോനെ, എന്താ അഭിനയം. അനു നീ വാ. അല്ല ഞാൻ. അനു, നീ അച്ഛന്റെ മോളല്ലേ? അച്ഛൻ പറഞ്ഞാ നീ കേക്കൂലേ? അച്ഛനെ അമ്മേനെയൊക്കെ കളഞ്ഞ് മോള അവന്റെ കൂടെ ഇറങ്ങി പോവോ? വരൂലെന്ന് പറ മോളെ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? അനു, ഇതൊക്കെ വെറും അഭിനയാണ്. നീ ഒന്ന് വിശ്വസിക്ക്. നോക്ക്, ഇത്രയും നാള് നിന്നെ ഞങ്ങൾ നോക്കിയതൊക്കെ അഭിനയാന്ന് അവൻ പറയുന്നേ. ഇങ്ങനെ ഒരുത്തന്റെ കൂടെയാണോ നീ ഇറങ്ങി പോകാൻ പോകുന്നേ? എന്റെ മോനെ, സിനിമ പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ അഭിനയം. നിന്റെ ലൈഫല്ലേ, നീ തീരുമാനിച്ചോ. നിനക്ക് ഈ അഭിനയിക്കുന്ന അച്ഛനെ അമ്മേനെ വേണോ അതോ ഞാൻ വേണോ എന്നുള്ളത്? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഇവർ തന്നിട്ടുണ്ടോ? എന്തിനെങ്കിലും ഒരു ഫ്രീഡം ഇവർ നിനക്ക് തന്നിട്ടുണ്ടോ? എന്നിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുക. അവള് വരാൻ പോകുന്നില്ല. നീ എത്ര കിടന്ന് കാറിയിട്ട് ഒരു കാര്യമില്ല. അവക്ക് ഞങ്ങളോട് ഒരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കൂ. ശരി, അവള് തീരുമാനിക്കട്ടെ. അനു, ഇനി എല്ലാം നിന്റെ തീരുമാനം പോലെ. ഞാൻ എന്താടാ? ഒന്നുമില്ല. ഇവനെന്തിനാ കരയുന്നേ? ഞങ്ങൾ പറഞ്ഞില്ലേ അവള് വരൂലെന്നുള്ളത്. എന്തൊക്കെയായിരുന്നു. അവൾ അങ്ങനെ ഇങ്ങനെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റൂല മോനെ. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. അർജുന വാടാ, പോവാ. വാ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വാ പോവാ. അർജുനെ, ഞാൻ വരാം. ആ കൈ നീ എങ്ങോട്ടാടി? വിടടാ അവളെ. വിട്ടില്ലെങ്കിൽ വീടന്നെ. എത്ര അച്ഛനാന്ന് പറഞ്ഞാലും നിങ്ങളെന്നെ ദ്രോഹിച്ചതിന് കൈ കണക്കൊന്നുമില്ല. ഞാൻ പോവാ. വാ പോവാ. ബൈ. അവൾ പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്ലാൻ സക്സസ്ഫുൾ. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, അർജുൻ പ്ലാൻ ചെയ്തതൊന്നും ഇന്നേ വരെ തെറ്റിയിട്ടില്ല. അല്ല അനു, നിന്റെ മുഖം എന്തോ പോലെ. വാട്ട് ഹാപ്പൻ മൈ ഡിയർ? നീ ഇപ്പൊ തന്നെ എന്റെ വീട്ടിലാ വന്നത്? അത് നിന്റെ വീട് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നത്. അല്ല, കൈക്കൊക്കെ എന്ത് പറ്റി? അത് ഇന്നലെ നിന്നെ കാണാൻ വന്നതിന്റെ സമ്മാന. എന്ത് വീട്ടുകാരാടി നിന്റെ? എന്തായാലും രക്ഷപ്പെട്ടില്ലേ, ഇനിയിപ്പോ അങ്ങോട്ട് പോണ്ടല്ലോ. അല്ല, ഇനിയിപ്പൊ ഞാനവിടെ താമസിക്കും. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാ? നിനക്കേ ഇനി അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കൊറേ ആൾക്കാരുണ്ട്. ബാ പോരെ. അല്ല, ഞാൻ നിങ്ങളെ വീട്ടിലെ വന്ന വീട്ടിലെ വന്നാ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
നീ എന്റെ കൂടെ വന്നാ മതി. അഹങ്കാരി. കൂടെ കൊരങ്ങ. ആ ഇപ്പോഴാണ് ഓളം കയറിയത്. സജിനെ വണ്ടി എടുക്ക്. ആയിക്കോട്ടെ മഹാനേ.